കൽക്കി 2898 എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണല്ലോ ഇപ്പോൾ എല്ലായിടത്തും സംസാര വിഷയമായി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് വരുന്ന ഒരു സംഭവത്തെക്കുറിച്ച് പറയാം. കൗരവരും പാണ്ഡവരുമായിട്ടുള്ള മഹാഭാരത യുദ്ധത്തിന് ശേഷം കൗരവവംശത്തെ ഒന്നടങ്കം പാണ്ഡവർ നശിപ്പിച്ചു കളഞ്ഞു. കൗരവപക്ഷത്തു നിന്നും യുദ്ധം ചെയ്ത ദ്രോണാചാര്യരെ അടക്കം പാണ്ഡവർ വധിച്ചു. ഇതറിഞ്ഞ് വിഷമത്തോടു കൂടി ഓടിയെത്തിയ അശ്വത്ഥാമാവ്, ദ്രോണാചാര്യരുടെ പുത്രൻ, അദ്ദേഹം കാണുന്ന തൻ്റെ വശത്തുള്ളവരെ എല്ലാവരെയും പാണ്ഡവർ നശിപ്പിച്ചു കളഞ്ഞതാണ്. ഇതിൽ പ്രതികാരം മൂത്ത അശ്വത്ഥാമാവ് പാണ്ഡവരുടെ അടുത്ത് നിൽക്കുന്നവരെയൊക്കെ പോയി വധിക്കുകയാണ്. അപ്പോഴാണ് അറിയുന്നത് അർജുനപുത്രനായ അഭിമന്യുവിന് ഉത്തരയിലൊരു മകൻ ജനിക്കാൻ പോകുന്നു. ഇതറിഞ്ഞ് അശ്വത്ഥാമാവ് പാണ്ഡവരുടെ ഒരു അന്തരാവകാശി പോലും ഭൂമിക്ക് മേൽ ജീവിച്ചിരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരയുടെ ഗർഭത്തിലേക്ക് അസ്ത്രം എയ്യുകയാണ്. പാണ്ഡവരെ അടക്കം ഉന്മൂലനം ചെയ്യുന്നതിൽ താൻ വിജയിച്ചു എന്ന് ഇരിക്കുന്ന അശ്വത്ഥാമാവിനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ശപിക്കുകയാണ്. അയാളുടെ നെറ്റിത്തടത്തിലുണ്ടായിരുന്ന ശിവമണി പറിച്ചു കളഞ്ഞിട്ട് പറഞ്ഞത്, നീ യുഗാന്തരങ്ങളോളം ജീവിച്ചിരിക്കും, ഇങ്ങനെ ജരാനരകൾ ബാധിച്ച് അലഞ്ഞു തിരിഞ്ഞ് നടക്കുമെന്ന് ശപിക്കുകയാണ്. ശാപമോക്ഷമായി അയാൾ ആവശ്യപ്പെടുന്നത്, എനിക്കിതിൽ നിന്ന് മോചനമില്ലേ ഭഗവാനെ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത്, കലിയുഗത്തിൽ ഭഗവാൻ കൽക്കിയെ അവതരിക്കുമെന്നും ആ അവതാരത്തെ ഭൂമിയിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് നീ വേണം സുരക്ഷ ഉറപ്പാക്കാൻ. അങ്ങനെ ഭഗവാൻ കൽക്കിയെ അവതരിക്കുന്നതും കാത്ത് തൻ്റെ ശാപമോക്ഷത്തിൻ്റെ നാളുകൾ എണ്ണി കാത്തിരിക്കുകയാണ് അശ്വത്ഥാമാവ്. ഈ കഥയെ അവലംബിച്ചാണ് കൽക്കി AD 2898 എന്ന സിനിമ പുരോഗമിക്കുന്നത്.